അലൈക്കും. ഞാൻ ഫാരിഷ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഡ്രോയിങ് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഡ്രോയിങ്ങിനെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ അതിലൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ HB പെൻസിലാണ് കേട്ടോ. ഈ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ വേണമെങ്കിൽ നമുക്ക് ഇമാജിനേറ്റ് ചെയ്ത് വല്ല സ്ക്വയർ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ സർക്കുലർ ഷേപ്പോ കൊടുക്കുക. അതിനുള്ളിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലെങ്കിൽ ചെരിഞ്ഞിട്ട് വരയ്ക്കാം, സ്ലോപ്പിംഗ് ലൈൻസ് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കേഴ്സ് വരയ്ക്കാം, അല്ലെങ്കിൽ സർക്കിൾസ് കുറേ വരയ്ക്കാം. അങ്ങനെ വരച്ച് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തിന്നായിട്ട് വരയ്ക്കുക, അതുപോലെ ഡാർക്കായിട്ട് വരയ്ക്കുക. തിന്നായിട്ട് പറയുമ്പോൾ നമ്മൾ വല്ലാണ്ട് സ്ട്രെസ് പേപ്പറിനും കൊടുക്കാണ്ട് നമ്മളെ കയ്യിനും കൊടുക്കാണ്ട് തിൻ ഷെയ്ഡിൽ വരയ്ക്കുക. പിന്നെ നമ്മൾ തിക്കിൽ വരയ്ക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾസ് ഇങ്ങനെ വരയ്ക്കുക. ഈ രണ്ട് രീതിയിൽ തിന്നാവട്ടെ ഡാർക്കാവട്ടെ അങ്ങനെ വരയ്ക്കുമ്പോഴും ഒരു തവണ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ റിസ്റ്റ് ജോയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ്. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ എൽബോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് അങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ആൾറെഡി ഇത്തിരി വരയ്ക്കാൻ അറിയുന്നവരാണല്ലോ നമ്മൾ ക്ലാസ്സിനും ഇതിനൊക്കെ നോക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ കഴിവിനെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ഒരു പരിധി വരെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമായി പെൻസിൽ ഡ്രോയിങ്ങിൽ നമ്മൾ പെൻസിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനൊരു വേലാണ് പെൻസിൽ പിടിക്കാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ഫോമിൽ ഇപ്പോൾ ഇങ്ങനെ പിടിക്കാം, കുറച്ച് വിട്ട് വെച്ചിട്ട് ഷെയ്ഡിങ് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. പിന്നെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഫുള്ള് ഷെയ്ഡിങ് വരുന്നൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ചെറുവിരൽ ഒരു സൈഡിൽ ചെറുതായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഷെയ്ഡിങ് ഒക്കെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ ലെഡിൻ്റെ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ എല്ലാം അഴുക്ക് നമ്മുടെ കയ്യിൽ ഈ സൈഡിലൊന്നും പിടിക്കില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇന്ന് നമുക്ക് ഒന്നുകിൽ ഇമാജിനറി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, ഈ സ്ക്വയറിൽ ഞാൻ എൻ്റെ ജസ്റ്റ് ഇവിടുത്തെ മൂമെൻറ്റ്സ്, റിസ്റ്റിൻ്റെ മൂമെൻറ്റ്സ് മാത്രം വെച്ചിട്ട് തിൻ ലൈൻസ് വരയ്ക്കണം കേട്ടോ. വരച്ചതിന് മുകളിലൂടെ പിന്നി വരയ്ക്കാം. ഇവിടെ ഡാർക്ക് ലൈൻസ് സമയമെടുത്ത് മെല്ലെ ചെയ്യാം. അതായത് എത്രത്തോളം വൃത്തിയിൽ വരയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം വൃത്തിയിൽ ഇത് വരയ്ക്കാം കേട്ടോ. ഇനി എൻ്റെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്ക്വയറിൽ തിൻ ലൈൻസും ഡാർക്ക് ഷെയ്ഡുള്ള ലൈൻസും ഞാൻ വരയ്ക്കാൻ പോകണം. ചിലർ ചിന്തിച്ചേക്കാം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വരയ്ക്കലിൻ്റെ ആവശ്യം എന്നുള്ളത്. പക്ഷേ ഇത് ആവശ്യമാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഏത് കഴിവും പരിപോഷിപ്പിക്കാൻ പറ്റുള്ളൂ. പുറത്ത് പോകാണ്ട് മാക്സിമം നോക്കണം. ധൃതി കൂടുന്തോറും പുറത്ത് പോവും. ഇത് ഞാൻ എൻ്റെ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് റിസ്റ്റിലുള്ള മൂമെൻറ്റ്സ് അല്ല ഇവിടെ വരുന്നത്. ഇത് സമയമെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഈ ട്രയാങ്കിളിൽ ഞാൻ സർക്കിൾസ് ഫില്ല് ചെയ്യണേ.
ഇവിടെ ഞാൻ എൻ്റെ റിസ്റ്റ് യൂസ് ചെയ്യുന്നു. ഈ എൻഡിലോട്ട് വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഷെയ്ഡിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഇത് വരയ്ക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു HB പെൻസിൽ മാത്രമാണ്. ഇതൊക്കെ പെൻസിൽ വാങ്ങിക്കണം എന്നുള്ളത് ഞാൻ കൂടെ പിന്നീടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നത് അത്യാവശ്യം കാശ് മുടക്കിയാൽ ഡ്രോയിങ്ങൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇല്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെൻസിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോയിങ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ വെറുതെ കുത്തി വരച്ചിടാന്ന് പറയും, അതുതന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ താഴെ ലൈറ്റായിട്ട് ചെയ്തിട്ട് മേലോട്ട് ഞാൻ ഡാർക്കാക്കി കൊണ്ടുപോകണേ. ഒരു സ്പേസും ലീവ് ചെയ്യാണ്ട് ഫുള്ള് വരയ്ക്കാം കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ ഒന്നുകൂടി ചെയ്യണേ. മിക്സ് ചെയ്യേണ്ട ഭാഗത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ ലൈറ്റായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കാണ്ട് മെല്ലെ ചെയ്യാം. ഇവിടെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണോ, ഡാർക്ക് ആക്കുന്നു. ഓക്കെ, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. സോ ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, ക്ലിയർ ആണ് തോന്നുന്നു. എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ തിന്നായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെയിം കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇവിടെ തിന്നായിട്ട് കുത്തി വരച്ചിടുക തന്നെ പറയാം. പിന്നീട് കുറച്ചൊന്ന് ഡാർക്ക്നെസ് ഞാൻ കൂട്ടിയിട്ടോ. ശരിക്കും ഈ ഡൂഡിൽസ് ആർട്ടൊക്കെ കേട്ടിട്ടില്ലേ, നമ്മളിത്തിരി സ്ട്രെസ്ഡ് ആണെങ്കിൽ അതെല്ലാം ട്രൈ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഡൂഡിൽ ചെയ്യാൻ ഭയങ്കര കഴിവ് വേണമെന്നൊന്നുമില്ല, ഏതാൾക്കും ചെയ്യാവുന്നതെന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മൾ ഈ ഒരു ഷേപ്പിൽ നിന്ന് പുറത്ത് പോവാണ്ട് ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ഇനി ഞാൻ ഒന്നുകൂടി ഡാർക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്ത് ചെയ്യാം, നല്ല ഡാർക്ക്നെസ് ഒന്നുകൂടി നമ്മുടെ കയ്യിന് സ്ട്രെസ് കൊടുക്കുന്നു, നല്ല ഡാർക്ക് ആക്കുന്നു. സോ ഈ ട്രീനെ ഇനി നമുക്ക് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ പെർഫെക്റ്റ് ആക്കാം. അതായത് മുകളിൽ ഒന്നുകൂടി ഡാർക്ക് കൊടുക്കാം, ഇടയിൽ ഒന്നുകൂടി ഫില്ല് ചെയ്യാം. താഴത്തെ ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിലും ഈ രണ്ട് കളറും മേർജ് ചെയ്യാൻ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ട്രീക്കും കൊടുക്കുക ഷെയ്ഡിങ്. ട്രീയുടെ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ഡാർക്കർ കൊടുത്തിട്ട് മേലോട്ട് ലൈറ്റ് കളറാക്കി കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരാഴ്ച തന്നെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് വന്നു നിങ്ങളുടെ ആൾറെഡി നിങ്ങൾക്കുള്ള ഒരു കഴിവിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സി യു, ബൈ ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.